പുതുവർഷ ദിനത്തിൽ ജപ്പാനെ വിറപ്പിച്ച ശക്തമായ ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 7.6 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിന് പിന്നാലെ സുനാമി തിരകൾ ആഞ്ഞടിച്ചു. 21 തുടർചലനങ്ങളുണ്ടായി. തെക്കൻ കൊറിയയിലും സുനാമി എത്തി. പുതുവർഷാഘോഷങ്ങൾ അവസാനിക്കും മുന്നെയാണ് ജപ്പാനെ നടുക്കിയ ശക്തമായ ഭൂചലനമുണ്ടായത്. പ്രാദേശിക സമയം വൈകിട്ട് 4:10 ഇഷികാവയിലെ നോട്ടോ മേഖലയിലായിരുന്നു ആദ്യ ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 7.6 തീവ്രത രേഖപ്പെടുത്തി. പിന്നാലെ 1.5 മണിക്കൂറിനിടെ 21 തുടർചലനങ്ങൾ. മണിക്കൂറുകൾക്കകം ഇഷികാവയിൽ ഉൾപ്പെടെ തീരപ്രദേശങ്ങളിൽ സുനാമി തിരകൾ ആഞ്ഞടിച്ചു. നിരവധി കെട്ടിടങ്ങൾ തകർന്നു. വാഹനങ്ങൾ ഒലിച്ചുപോയി. തീരപ്രദേശങ്ങളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിക്കുകയാണ്. റോഡുകളിൽ ഉൾപ്പെടെ വലിയ വിള്ളൽ രൂപപ്പെട്ടതിനാൽ ഹൈവേകൾ അടച്ചു. ട്രെയിൻ സർവീസുകൾ നിർത്തിവച്ചു. 35,000-ത്തിലധികം വീടുകളിൽ വൈദ്യുതിയില്ല. ജാഗ്രത പാലിക്കണമെന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തിയ ശേഷം പ്രധാനമന്ത്രി കിഷിദ പറഞ്ഞു. ആണവ നിലയങ്ങൾ സുരക്ഷിതമാണെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. 2 ദിവസം തുടർചലനങ്ങൾക്ക് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പ് നൽകി. ഇന്ത്യൻ എംബസി കൺട്രോൾ റൂം തുറന്നു. അടിയന്തര ഹെൽപ്പ് ലൈൻ നമ്പറുകൾ തയ്യാറാക്കി. തെക്കൻ കൊറിയയുടെ കിഴക്കൻ തീരങ്ങളിലും സുനാമി അടിക്കുന്നുണ്ട്. റഷ്യയിലും സുനാമി മുന്നറിയിപ്പുണ്ട്. സഖാലിൻ ദ്വീപുകളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിക്കുന്നതായി റഷ്യ അറിയിച്ചു. 2011-ലാണ് ജപ്പാനിൽ ഇതുവരെയുണ്ടായതിൽ ഏറ്റവും വലിയ ഭൂചലനമുണ്ടായത്. അന്ന് ഫുക്കുഷിമ ആണവ നിലയത്തിനുൾപ്പെടെ തകരാറ് സംഭവിച്ചിരുന്നു. ജപ്പാനിലെ സുനാമിയുടെ പശ്ചാത്തലത്തിൽ നിരവധി രാജ്യങ്ങൾ മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചു തുടങ്ങി. ഇന്റർനാഷണൽ ഡെസ്ക് റിപ്പോർട്ടർ.